ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മണ്ണും വിണ്ണും രക്ഷകന്റെ ജന്മത്തിനായി കാത്തിരിക്കുന്ന ആ പുണ്യമാസം ലോകം മുഴുവനും ബത്ലഹേമിലെ കാലിത്തൊഴുത്തിലേക്കുള്ള യാത്രയിലാണ്. നമ്മെ കാണാനും കേൾക്കാനും നമ്മുടെ സുഖദുഃഖ അനുഭവങ്ങളിൽ പങ്കുചേരുവാനുമായി സ്വർഗം വിട്ടിറങ്ങി വന്ന ദൈവസ്നേഹത്തിന്റെ വലിയ സാക്ഷ്യമാണ് യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം. അതെ, ലോകത്തിന് പ്രകാശവും പ്രതീക്ഷയും നൽകിയ ദിനമാണ് ഡിസംബർ 25. ദൈവം സ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിച്ച രാവാണ് ക്രിസ്തുമസ്. ക്രിസ്മസ് പ്രത്യാശയുടെ വെളിച്ചം ആണ് നമുക്ക് നൽകുന്നത്. ജീവിതത്തിൽ നിരാശയുടെ കാർമേഘം പടരുമ്പോൾ ദൈവം നമുക്ക് കൂട്ടിനുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ ക്രിസ്തുമസും. പരസ്പരം സ്നേഹിക്കാനും പ്രകാശം പരത്താനും അവരുടെ വേദനകൾ മനസ്സിലാക്കി അവരിൽ സ്വയം ദർശിക്കാനും അവനെ സഹായിക്കാനും സാധിക്കുമ്പോഴാണ് ക്രിസ്തു നമ്മിൽ പിറക്കുന്നത്. കാലിത്തൊഴുത്തിൽ ഉണ്ണീശോ പിറന്നപ്പോൾ മാലാഖമാർ പാടിയത് അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ്. സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും ആശംസയുമായാണ് ക്രിസ്തു പിറന്നത്. സകല ജനതകൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്തയുമായാണ് ക്രിസ്തു കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്തുമസ് എല്ലാ മനുഷ്യർക്കുമുള്ള സന്തോഷത്തിന്റെ ദിവസമാണ്. ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വീടുകൾക്ക് മുന്നിലെ നക്ഷത്രങ്ങൾ. ക്രിസ്തുവിന്റെ വരവറിയിക്കുന്നവയാണിവ. തുടർന്ന് ക്രിസ്തുമസ് കരോളുകളുടെ വരവായി. ക്രിസ്തുമസിനെ ഏറ്റവും മനോഹരമാക്കുന്നതാണ് കരോൾ. ക്രിസ്തുവിന്റെ ജനനത്തെ സൂചിപ്പിക്കുന്നതും നൃത്തത്തിന്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ വീട് വീടാന്തരം നടന്നു പാടുന്ന സമൂഹ ഗാനമാണ് കരോൾ. നൃത്തം ചെയ്യുന്ന, സമ്മാനങ്ങൾ കൈമാറുന്ന ക്രിസ്തുമസ് അപ്പൂപ്പനും പുൽക്കൂട് നിർമ്മാണവും ക്രിസ്തുമസ് ട്രീയുമൊക്കെ ക്രിസ്തുമസിന്റെ വലിയ പ്രത്യേകതകളാണ്. ക്രൈസ്തവരുടെ വലിയ ആഘോഷമാണ് ക്രിസ്തുമസ്. എന്നാൽ ഇന്ന് ലോകത്തെല്ലാ മതക്കാരും ഈ ദിനം ആഘോഷിക്കുന്നു. മതസൗഹാർദ്ദത്തിന്റെ തിരുനാൾ കൂടിയാണ് ക്രിസ്തുമസ്. നാനാജാതി മതസ്ഥരും നക്ഷത്രങ്ങൾ തൂക്കിയും കരോൾ ഗാനം പാടിയും പുൽക്കൂടുണ്ടാക്കിയും ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ മനുഷ്യവർഗം ഒന്നാണ് എന്ന വിശാലമായ കാഴ്ചപ്പാടിലേക്കാണ് നാം എത്തിച്ചേരുന്നത്. ക്രിസ്തുമസ് എന്നാൽ ആഘോഷത്തിന്റെ മാത്രമല്ല, ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും കൂടി ആഘോഷമാണ്. ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ഇല്ലാത്തവന്റെ ഹൃദയ നൊമ്പരങ്ങളെ കൂടി ഓരോ ക്രിസ്തുമസും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിസ്സഹായർക്ക്, ആരോരുമില്ലാത്തവർക്ക് താങ്ങാവാൻ, തണലാകാൻ, പ്രതീക്ഷയേകാൻ നമുക്ക് സാധിക്കുന്ന നിമിഷം ക്രിസ്തുമസിന്റെ സന്തോഷം നമ്മിലൂടെ ലോകത്തിലേക്ക് പ്രസരിക്കും. നമ്മുടെ സഹായം ആവശ്യമുള്ളവർക്ക് ചെറുതെങ്കിലും ഒരു സഹായം ചെയ്യാനായാൽ, നമ്മുടെ ചെറു പുഞ്ചിരി കൊണ്ട് അവർക്ക് സന്തോഷം പകരാനായാൽ ക്രിസ്തുമസിന്റെ സന്ദേശം സ്വാർത്ഥകമായി. എളിമയുടെ പ്രതീകമാണ് ക്രിസ്തു. സ്വന്തം കഴിവുകൾ മറ്റുള്ളവർക്കായി ഉപയോഗിക്കാനും എളിമയിൽ വർദ്ധിക്കാനും നമുക്ക് സാധിക്കണം. ജീവിതത്തിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ശക്തിയോടെ, ധീരതയോടെ, പ്രതീക്ഷയോടെ നേരിടാൻ ഈ ക്രിസ്മസ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. ഹാപ്പി ക്രിസ്മസ്.